കഴിഞ്ഞ മാസം 3-നാണ് ഗുരുവായൂർ, തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകൾക്കും ആറ്റുകാൽ ക്ഷേത്രം ഭരണസമിതിക്കും റിസർവ് ബാങ്ക് നോട്ടീസ് അയച്ചത്. ക്ഷേത്രത്തിനോ ബോർഡിനോ വഴിപാടുകൾ വഴിയും മറ്റും ലഭിച്ച സ്വർണ്ണശേഖരത്തിന്റെ കണക്കുകൾ നൽകാനാണ് നിർദ്ദേശം. എന്നാൽ എന്തിനാണ് വിവരം ശേഖരിക്കുന്നത്, തുടർ നടപടികൾ എന്തായിരിക്കും തുടങ്ങിയ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ റിസർവ് ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരോ ധനമന്ത്രാലയമോ റിസർവ് ബാങ്കിന് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടുമില്ല. നോട്ടീസ് അയക്കാനെടുത്ത തീരുമാനം സംബന്ധിച്ച രേഖകളും RBIയുടെ കൈവശമില്ല. ഭരണതലത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് അവരുടെ മറുപടിയിലോ അവരുടെ ചോദ്യത്തിലോ ഒന്നും വ്യക്തമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മറ്റു ക്ഷേത്രങ്ങൾക്ക് RBI ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടില്ല. ശബരിമല, ആറ്റുകാൽ, ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരത്തിന്റെ കണക്കെടുക്കാനുള്ള നോട്ടീസിനോട് പക്ഷേ ദേവസ്വം ബോർഡുകളോ ക്ഷേത്രങ്ങളോ പ്രതികരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും RBI നോട്ടീസ് നൽകിയിട്ടില്ല. വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും കണക്കുകൾ ശേഖരിക്കുക മാത്രമാണ് ഉദ്ദേശമെന്നുമാണ് RBIയുടെ ഒഴുക്കമട്ടിലുള്ള വിശദീകരണം.